ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ആവി വറക്കണ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാപ്പിയും ജോഷി. എന്താ ഡെയിലി ഇഡ്ഡലി ചോദിക്കും. പാപ്പിക്ക് ഇഡ്ഡലി ഇഷ്ടമായി തുടങ്ങിയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ മാവ് കുറച്ചുണ്ടായിരുന്നു, അതിന് ഇഡ്ഡലി തന്നെ ഒഴിച്ചു കൊടുത്തത്. പാപ്പിയാണെങ്കിൽ അത് ഉറങ്ങി എണിച്ച് പല്ല് തേച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് രോഷി ചേച്ചിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛനും അവിടെ ഇരിക്കേണ്ടതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. രോഷിക്ക് സ്പെഷ്യൽ ഉണ്ടായിരുന്നു, പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാൻ ആകെ പൊടി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ചില സമയം ഉണ്ടാവുന്ന സമയത്ത് ഓർമ്മയുണ്ടാവില്ല, അല്ലാതിരിക്കുന്ന സമയത്ത് സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എല്ലാം എടുത്തിട്ട് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി. അപ്പോഴേക്കും തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി എണ്ണയൊക്കെ തേച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാൻ. പാപ്പി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്. അച്ഛൻ പണി ചെയ്യുന്നത് കണ്ടിട്ട് പാപ്പിക്ക് ചിരി അടക്കാൻ വഴിയില്ല. ചേച്ചി ഇത് അപൂർവമാണ് ഇങ്ങനെ വീട്ടിൽ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് തലയൊക്കെ നനച്ച് കുളിച്ച് സുന്ദരി ഭാവിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ അങ്ങനെ ചെടിയൊക്കെ വന്ന് നിറഞ്ഞിട്ട് കൊതുക് ശല്യം സഹിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. അത്രയും കൊതുകുണ്ട്. വൈകുന്നേരം ഒരു സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ കൊതുക് പടപടേന്ന് അടിച്ച് കൊല്ലണ സൗണ്ട് മാത്രമേ പുറത്ത് കേൾക്കുള്ളൂ. അത്രയും കൊതുകുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എണീറ്റ് എന്നെന്തോ രാവിലെ നല്ല മുഹൂർത്തമാണോ തോന്നോ ഉറങ്ങി എണിച്ചപ്പോൾ നോക്കിയത്. രാവിലെ മുതൽ ഒരു പണി ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഇതേപോലെ ഇന്ന് എണീച്ച് നോക്കിയ മുഖത്തിൻ്റെ നാളേക്ക് എണീറ്റ് നോക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്തു തരുമല്ലോ. രണ്ട് ഭാഗം ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാട് കയറി പറ്റുന്നില്ല. പാപ്പിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇത് വന്ന് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതാവും. പിന്നെ മഴയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ചെത്തിവിട്ട് അത് പിന്നെ പുല്ല് അധികം വരില്ല. മഴയുള്ള സമയത്ത് പിന്നെ എത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അത് പുല്ല് ഇങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാമെന്നുണ്ട്. എന്നിട്ടും കുറച്ചൊക്കെ തന്നെ ചെത്തി വൃത്തിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. വീട് ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ അധികം കാണാനിടയില്ല. എന്ന് വെച്ചാൽ ഞാൻ പാപ്പിനെയും കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയായിരിക്കും അധികം എടുക്കണത് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണുന്നത് കുറച്ച് എവിടെയെങ്കിലൊക്കെ കുഞ്ഞായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്നറിയാം. അപ്പോൾ എന്തായാലും ഇവിടെ കല്ലൊക്കെ ആയതുകൊണ്ട് ചെത്താൻ പറ്റിയില്ല കേട്ടോ. കല്ലിൻ്റെ ഈ ഒരു ഇത് കാരണം അതിന് കൈ കൊണ്ടൊക്കെ കുറേ പറിച്ചെടുത്തു. അപ്പോഴേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആകാംക്ഷയോടെ പാപ്പി അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. ഞാനും പാപ്പിയും കൂടി പുറത്തിരിക്കുമ്പോഴാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ പാപ്പി ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചെടുത്തപ്പോൾ പാപ്പിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. പൊട്ടിക്കുന്ന സമയത്ത് ഇനി അതിലെന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയൊക്കെ നോക്കണ്ടായിരുന്നു. അങ്ങനെ അത് പൊട്ടിച്ച് നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലായി അയ്യപ്പൻ്റെ പ്രസാദമാണ്, ശബരിമലയത്തെ പ്രസാദമാണ്. നമുക്ക് നമ്മുടെ വീഡിയോ കാണണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ ഒരാളെപ്പോലെ തന്നെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ് പ്രസാദം. അവർ മാലയിട്ട് ശബരിമലയ്ക്കൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പാപ്പിക്ക് വേണ്ടിയിട്ട് പ്രസാദം അയച്ചു തന്നതാണ് കേട്ടോ. ഒരുപാട് നന്ദി പറഞ്ഞത് ഒരു എന്താ പറയുക മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ നന്ദി പറയണില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പാപ്പിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ. ഞാൻ വീഡിയോ ഫുള്ളായി എടുക്കുമ്പോഴേക്കും പാപ്പി കരഞ്ഞു. പാപ്പിൻ്റെ കയ്യിൽ അത് കൊടുക്കാത്തതുകൊണ്ട് പാപ്പി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഫുള്ളായി വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഇട്ടാൽ ഒരു വീഡിയോസിന് 30 രൂപ 25 രൂപയൊക്കെ തന്നെ അത്യാവശ്യം കയറുള്ളൂ. എന്നാലും ഇങ്ങനെ ഓരോരോ ആളുകളുടെ മനസ്സിലും പാപ്പി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയെങ്കിലും പോയാലും പാപ്പിക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അയച്ചു തരുമ്പോൾ അതിൻ്റെ വില പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഒക്കെ തോന്നും. നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ അങ്ങനെയൊക്കെ ഭയങ്കര ഫീലായി തോന്നിയിട്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രസാദം പാപ്പിക്ക് കൊടുത്തു. പാപ്പി കുറച്ചൊക്കെ കഴിച്ചു. അതിന് ഒരുമിച്ച് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. പറഞ്ഞിട്ടും മതിയാവില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം പാപ്പിക്ക് ഞാൻ നാരങ്ങ വെള്ളം കലക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തണുപ്പിക്കാതെയാണ് കേട്ടോ കൊടുക്കണത്. എന്താ വെച്ചാൽ വൈകിട്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര തണുപ്പൊക്കെയാണ്. കാരണം മഞ്ഞല്ലേ. ഇവളാണെങ്കിൽ രാത്രി പുതപ്പ് പറയുന്ന സാധനം പുതയ്ക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. ഇനി പുറത്ത് പോവുകയാണെങ്കിൽ ഒരു ഷൊട്ടർ വാങ്ങിച്ചിട്ട് വരണം പാപ്പിക്ക്. എന്തായാലും അതിട്ട് കൊടുക്കുകയാണെങ്കിൽ അഴിച്ച് കളയാൻ പറ്റില്ലല്ലോ. തണുപ്പ് സഹിക്കാൻ പറ്റില്ലെങ്കിൽ കാലൊക്കെ വന്നിട്ട് നമ്മൾ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ കാലിലെ ഭാഗമൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. കാരണം എന്താണ്, ഇവൾ പുതപ്പ് പൊതിക്കാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഉച്ചക്കലേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നങ്കി മീൻ വറ്റിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു. അപ്പോൾ രോഷിക്ക് കറി വേണമല്ലോ, അപ്പോൾ ക്യാരറ്റും പരിപ്പും തക്കാളിയും കൂടി അവൾക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു തട്ടിക്കൂട്ട് നങ്കി മീൻ വറ്റിക്കലാണ് കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും മുളക് പൊടി മസാല അങ്ങനത്തെ സാധനങ്ങൾ. മസാല പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്, ഇത്തിരി ഉപ്പ് ഇടുകയുള്ളൂ. എന്ന് വെച്ചാൽ മീനിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ചാറിൽ ഉപ്പ് കൂടുതലാവും. അപ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് നന്നായി വെന്ത ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് അതിൽ കൂട്ടി ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ മീനൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മീനൊരു നന്നായി ഒന്ന് വെന്ത ശേഷം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കും. പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഇത് കൂട്ടിയിട്ട് നമുക്ക് ചോറ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഇതിൽ കൂടിയും കഴിക്കാം. അല്ല, ഇതിന് ശരിക്കും പറഞ്ഞാൽ ചോറാണ് നല്ലൊരു ഇത്. നങ്കിമീൻ വറ്റിച്ചതിൽ കൂടെ ചോറ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. അവിടെ കയ്യിൽ എന്തോ ഒരു ചെറിയൊരു കുരുവ് വന്നിട്ടുണ്ട് തോന്നുന്നു. അതാ ഉണ്ടല്ലേ, ആ കുരുവിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ചെറിയൊരു കുരുവ്. അതിന് അപ്പോൾ അങ്ങനെ ഉച്ചക്കലേക്ക് ഇതാ നമ്മുടെ നങ്കി മീൻ വറ്റിച്ചത്, ചോറ്, അതുപോലെ തന്നെ പപ്പടം പൊള്ളിച്ചതുണ്ടായിരുന്നു. പിന്നെ രോഷിക്ക് ക്യാരറ്റും ഒരു തക്കാളി പരിപ്പും ഇട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചു. അപ്പോൾ അവൾ ഹാപ്പി ആവുമല്ലോ. പാപ്പിക്ക് മാത്രം ഇഷ്ടപ്പെട്ടത് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രോഷിക്കും ആണ സമയത്ത് രോഷിയും ഭയങ്കര ഹാപ്പി ആകും പറഞ്ഞാൽ അവൾക്കും അങ്ങനെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ നമുക്ക് കുറേ ഓല കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിനെ ചൂലെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് പുറത്തിരുന്നു. പാപ്പിനെ അവിടെ കിടത്തിയിട്ടാണ് ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് ചൂല ഉണ്ടാക്കണം കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ടല്ലോ, വീട്ടിൻ്റെ അവിടെ തന്നെ തെങ്ങുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഓലയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ പറയുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലെ ആ തൊടിക്കിലെ ചേച്ചി ഇങ്ങനെ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് തരും കേട്ടോ. പാപ്പിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് അറിയണതുകൊണ്ട്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ 2 പട്ട ഇങ്ങനെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഓലയെടുത്തോ ചൂലെടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നിട്ട് നമ്മൾ വേസ്റ്റ് ആക്കണത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അതിനെ ഇരുന്നിട്ട് ഞാൻ വൃത്തിയാക്കിക്കൊണ്ട് ഇളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാപ്പി അവിടെ ഇരിക്കുന്ന. രോഷി ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ വന്നു. സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരുവിധം എന്തായാലും ചെയ്ത് കഴിയട്ടെ. പാപ്പി ഇതവിടെ ഇങ്ങനെ ഇരിക്കുന്ന സുന്ദരി പാപ്പിയായിട്ട്. അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതും നമ്മുടെ കുഞ്ഞു പഴമില്ലേ അതും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനും പാപ്പിയും കൂടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മുടെ ചൂലൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേക്കാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്